ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വടികപ്പുളി വെച്ചൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ കറിനാരങ്ങയെന്ന് നമ്മൾ ഇവിടെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ എന്താണ് ഇങ്ങനെ ഈ അച്ചാറിന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും വടികപ്പുളി പൊതുവേ എല്ലാവരും ഉപയോഗിക്കാൻ മടിക്കും, കാരണം അതിനെന്തെങ്കിലും ഒരു ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സാധാ നാരങ്ങയാണ് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അച്ചാറിടാൻ മടിയുള്ളവർ ഇന്ന് നമ്മൾ തീരെ കയ്പ്പില്ലാതെ വളരെ വെറൈറ്റി ആയിട്ടാണ് നമ്മളിന്ന് അച്ചാറിടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട് നോക്കുക, എന്നിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല വിളഞ്ഞ് പഴുത്ത ഒരു കറിനാരങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ പരുവത്തിലുള്ളത് തന്നെ വാങ്ങിച്ച് അച്ചാറിടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കി, അപ്പോൾ വെള്ളം ചൂടാക്കി നല്ല തിളച്ച് വരുമ്പോൾ നമ്മുടെ ആ കറിനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിനാരങ്ങ മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെള്ളത്തിലിങ്ങനെ ബോയിൽ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തൊലി കളയാതെയാണ് നമ്മളിന്ന് വടികപ്പുളി അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ആ തൊലി ഒന്ന് സോഫ്റ്റായി കിട്ടാനും ആ ഒരു ആ തൊലിയുടെ മുകളിലുള്ള ആ ഒരു കയർപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒരു 5 മിനിറ്റോളം ഈ ചൂടുവെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ സോഫ്റ്റ് ആവുന്നിടം വരെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു തരി പോലും വെള്ളം കാണാൻ പാടില്ല. അപ്പോൾ ഈ അച്ചാറിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും തൊടാതെ, എല്ലാ അച്ചാറും നമ്മൾ വെള്ളം തൊടാനാണ്, എന്നാലും ഇതിലൊരു തരി പോലും വെള്ളം ചേർക്കാൻ പാടില്ല, വെള്ളമൊന്നും കാണാൻ പാടില്ല. അപ്പോൾ നന്നായി നിങ്ങൾ തുടച്ച് എടുക്കണം. ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ തൊലിയൊക്കെ നന്നായിട്ട് വീഡിയോ കാണുന്ന പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊലി കളയുന്നില്ല, അതിനാണ് നമ്മളങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ബോയിൽ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കത് ഇതേ രീതിയിൽ ആ ഒരു 2 ടോപ്പ് സൈഡും ബോട്ടം സൈഡും ഇതുപോലെ ആ മുകളിലത്തെ തൊലികൾ കട്ട് ചെയ്ത് ഇതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുരുവും അതുപോലെ തന്നെ ആ ഒരു നടുക്കൂടെ കാണുന്ന ആ വെള്ള കളർ ആ പാർട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കളയണം. കാരണം എന്ന് വെച്ചാൽ ആ കയ്പ്പ് വരാൻ സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ള പാർട്ട് കൊണ്ടാണ് ഇങ്ങനെ കയ്പ്പ് വരാൻ സാധ്യത. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ അച്ചാറിടുന്ന സമയത്ത് ഈ കുരുവും അതുപോലെ തന്നെ ആ വെള്ള പാർട്ടും നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അച്ചാറിന് കയർപ്പുണ്ടാവും. അപ്പം കൂടുതൽ പേർക്കും അച്ചാർ കയർത്ത് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പാർട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഷേപ്പിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പം ഇനി ഒന്നുകൂടി നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്, ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ടാണ് നമ്മുടെ നാരങ്ങ അരിഞ്ഞിടുന്നത്. കാരണം എന്ന് വെച്ചാൽ അലുമിനിയം ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങയുടെ പുളി കാരണം പാത്രം കറുത്തു പോകാൻ സാധ്യതയുണ്ട്. സ്റ്റീൽ തന്നെ ഉപയോഗിക്കാൻ നോക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയിലേക്ക്, നമ്മുടെ അരിഞ്ഞു വെച്ച നാരങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇനി ചേർക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നാരങ്ങയിൽ. അപ്പം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഒരു രാത്രിയോളം ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റായിട്ട് കിട്ടും. നാരങ്ങയിൽ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഒരു രാത്രിയോളം വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നാരങ്ങ അച്ചാർ ഇടേണ്ടവരാണെങ്കിൽ ഇങ്ങനെ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു 2-3 മണിക്കൂറോളം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്ക് നല്ലത്. അപ്പം ഞാനിതിപ്പം അങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ഒരു രാത്രി മുഴുവൻ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതും ടേസ്റ്റിയുമായിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കി നോക്കാം. അപ്പം നാരങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് നമ്മൾ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, അതുപോലെ പച്ചമുളകാണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ആ ചൂടായ നല്ലെണ്ണയിൽ കുറച്ച് നല്ലെണ്ണ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അവസാനം അച്ചാറിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് നമ്മളെടുത്ത് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കത് ആ എണ്ണ ചൂടായി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്കിനി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു.
ഇനി നമ്മളിതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വെളുത്തുള്ളി ചേർത്തു. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ ഇനി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ഇനി നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ചേർക്കാനുള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അല്ലാതുള്ള മുളക് പൊടിയും അവസാനം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ആവശ്യത്തിന് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതിൽ ഇച്ചിരി കുറവ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായപ്പൊടിയും ഇതെല്ലാം ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലതായിട്ട് ആ ഒരു പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ കാണാം. ഇപ്പോൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഒക്കെ നമ്മുടെ നാരങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഒരു തരത്തിലുള്ള കയ്പും ഇങ്ങനെയുള്ള അച്ചാർ വെക്കുമ്പോൾ വരത്തില്ല. ഇനി നമുക്ക് ആ നാരങ്ങ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. എന്നിട്ട് നമുക്കൊരു ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് നാരങ്ങയിലെല്ലാം പറ്റുന്ന രീതിയിൽ നന്നായി യോജിപ്പിച്ചെടുക്കണം ഇത്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ എല്ലാം നാരങ്ങയിലും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നിങ്ങൾ ഇളക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-10 മിനിറ്റോളം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നാൾ ഇത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു തരത്തിലുള്ള കയ്പും വരത്തില്ല. കയ്പ് വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനത്തുള്ള നാരങ്ങാച്ചാർ തയ്യാറാക്കാതിരിക്കരുത്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരുന്നോളും. ഇനി അവസാനം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് ആ നാരങ്ങയുടെ ടെക്സ്ചർ തന്നെ മാറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നല്ലൊരു നല്ലതായിട്ട് നല്ല കളറും അതുപോലെ തന്നെ നല്ലൊരു മണവും നല്ലൊരു ഒരു കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ അച്ചാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഓണസദ്യക്കൊക്കെ കൂടുതൽ പേരും അല്ലാതെ ചെറുനാരങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വട്ടം ഇതുപോലൊരു നാരങ്ങ നമ്മുടെ ഈ വടുകപ്പുളി വാങ്ങിച്ച എല്ലാ കടകളിലൊക്കെ അവൈലബിൾ അല്ലേ. അപ്പം അത് വാങ്ങിച്ചൊന്ന് തയ്യാറാക്കി നോക്കാം. ഇങ്ങനെ ഒരു തരത്തിലുള്ള കയ്പും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കിക്കഴിഞ്ഞാൽ കയ്പൊന്നുമില്ല. അപ്പോൾ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരുന്നോളും. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ നാരങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എണ്ണ ചൂടാക്കിയ സമയത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടെ ആകുമ്പോഴത്തേനാണ് നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആവുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല മണവും ഒക്കെ വരുന്ന നല്ലൊരു അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ഇത് കയ്പാന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇതുപോലത്തെ അച്ചാർ ഇടാതിരിക്കരുത്. തീർച്ചയായിട്ടും ഇട്ട് നോക്കണം. അപ്പോൾ ഇങ്ങനൊന്ന് വെച്ച് നോക്കണം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തുള്ള അച്ചാർ നമുക്ക് പ്രഥമൻ നമ്മൾ ഓണസദ്യയ്ക്കും അതുപോലെ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമ്മുടെ പായസം പ്രഥമൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ അച്ചാറൊന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കോംബോ ആയിട്ട് കഴിച്ചു നോക്കണം. അപ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ വട്ടം ഓണത്തിന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അച്ചാർ തയ്യാറാക്കി നോക്കുക. കയ്പാന്ന് പറഞ്ഞ് മാറ്റിയൊന്നും വെച്ചേക്കരുത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ വടുകപ്പുളി മേടിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കയ്പും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരുപാട് നാൾ കേടുകൂടാതിരുന്നോളും.
അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതൊരു കാണാത്തതുകൊണ്ട് നമ്മുടെ ചാനൽ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.